ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമുക്കൊരു മേക്കപ്പ് വീഡിയോ ആണ്. ഒരു ഗ്ലാം ലുക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി റിസപ്ഷൻ ലുക്കൊക്കെ എങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതായത് വളരെ മിനിമൽ ആയിട്ടുള്ളതും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വിരലിലെണ്ണാവുന്ന പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതുപോലെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിങ്ങനെ ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഹലോ, അപ്പോൾ ഞാൻ ഓൾറെഡി സാരി കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്പും കൂടി ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. കാരണം മോസ്റ്റ്ലി എല്ലാ മേക്കപ്പ് വീഡിയോസിലും ഞാൻ സ്കിൻ കെയർ പറയാറുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ ഫേസ് വാഷിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലമ്മിന്റെ നൈസിർമൈ ടോണറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെറം വന്നിട്ട് അസയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. ജസ്റ്റ് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റ് 5 to 6 days ആയിട്ടുള്ളൂ. എൻ്റെ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ കാരണമാണ്. ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്തൊക്കെ സ്കിൻ കെയർ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത് ആൻഡ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊരു മേക്കപ്പ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ മേക്കപ്പ് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോണറിന് ശേഷം സെറം യൂസ് ചെയ്തു. സെറത്തിന് ശേഷം ഒരു മോയ്സ്ചറൈസർ, അതിനുശേഷം ഒരു സൺസ്ക്രീൻ. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മേക്കപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈമറിന്റെ പകരം ഞാനിപ്പോൾ ഒരു മേക്കപ്പ് സ്പ്രേ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ ആ ഒരു മേക്കപ്പ് സ്പ്രേ യൂസ് ചെയ്തിട്ട് തന്നെ അത് പ്രൈമർ എന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഇന്ന് ഞാൻ കുറച്ച് നെർവസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് നെർവസ് ആണ്. അതിൻ്റെ ചെറിയ പോരായ്മകൾ മേ ബി വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ പറയണമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സ്പ്രേ പെരിനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലോ ബൂസ്റ്റർ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രൈമറിന് പകരം ഫസ്റ്റ് തന്നെ കേട്ടോ. ഈ ഒരു മേക്കപ്പ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോയി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് സ്പ്രേ ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെ. ഇവർ പറയുന്നത് ടോണറായിട്ട് അപ്ലൈ ചെയ്യാം ആൻഡ് മേക്കപ്പ് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാം, പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം, മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം, നല്ലൊരു ഗ്ലോ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു പരീക്ഷണം നോക്കാം. ആൻഡ് അപ്പോൾ മേക്കപ്പ് സ്പ്രേ സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഗ്ലോ നിങ്ങൾക്ക് ആ ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഞാൻ ഈ മിറർ നോക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ എൻ്റെ ഫേസ് ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലോ സെറ്റിംഗ് സ്പ്രേ ശരി തന്നെയാണ്, ഗ്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ്, അതായത് പ്രൈമറിന് ശേഷം നമ്മൾ മോസ്റ്റ്ലി ചെയ്യാറുള്ളത് കൺസീൽ ചെയ്യുക. ഫേസിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസീലർ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഡയറക്റ്റ്ലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. കുറേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട്. സോ നമുക്കൊരു ഫൗണ്ടേഷൻ എടുക്കാം. ഈ ഒരു ഫൗണ്ടേഷൻ തന്നെ എടുക്കാൻ കാരണം ഇത് കുറച്ചും കൂടി ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു 2 ഫോമിലല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് അത്യാവശ്യം നല്ലൊരു കവറേജ് വരുന്നുണ്ട്. നമുക്ക് കൺസീലർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ അല്ലെങ്കിൽ ഒരു കവറേജ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഫ്ലോലെസ് ഫൗണ്ടേഷൻ ആണ് ആൻഡ് ഷെയ്ഡ് നാച്ചുറൽ ബീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു നാച്ചുറലായിട്ടും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ സ്കിൻ ടോൺ അതേപോലെ തന്നെ കാണുന്നുണ്ട്, അത്രയും മതി എനിക്ക്. ഇതിന് മേലെ കൂടെ എക്സ്ട്രാ ഫൗണ്ടേഷനൊന്നും ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ മതി, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ ആയി സ്മോക്കി ഐ ലുക്കൊക്കെ ഇട്ടിട്ട് വീഡിയോയിൽ ഇട്ടിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടി അപ്പം ഞാൻ ഇത് ഐഷാഡോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹിലാരി റോഡയുടെ പാലറ്റ് ആണ്. ഇതിലാവുമ്പോൾ ഐഷാഡോ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ബ്ലഷും ഹൈലൈറ്ററും കോണ്ടോറും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്.
ഇതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. കാജൽ ഞാൻ എടുത്തിട്ടുള്ളത് സെയിം ഹിലാരി റോഡയുടെ തന്നെയാണ് കേട്ടോ. നല്ല പിഗ്മെന്റഡ് ആണ്. അതായത് ഈ കണ്ണിൻ്റെ തന്നെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒന്ന് പിഗ്മെന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് പോലെ സ്മജ് ചെയ്തെടുക്കാം. ഈ ഒരു കണ്ണിലും കൂടി ഇതുപോലെ ഒന്ന് സെയിം രീതിയിൽ തന്നെ എഴുതി കൊടുക്കാം. ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നിട്ട് ഇവിടെ ജസ്റ്റ് കിടന്നൊരു ലിപ് ബാമാണ്. ഇത് വന്നിട്ട് സിസ്റ്റിയുടെ കിസ് കാൻഡി ലിപ് ബാം ആണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈം കൊണ്ട് ലിപ് ബാം ഒന്ന് സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. സോ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൽ പിങ്ക് ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതിന് മേലുള്ള ഷെയ്ഡ് കണ്ടോ, ഒരു പിങ്കും. ഇത് ഈ ഷെയ്ഡിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു പിങ്കും എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത ആ സെയിം ഷെയ്ഡ് അതുപോലെ തന്നെ ഉണ്ട് ഏകദേശം. പക്ഷേ കുറച്ചുകൂടി ഒരു പിങ്ക് ടോണാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ നമുക്ക് ഇത് തന്നെ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യും. ഇതാണ് ഈ ഒരു ലുക്കിന് ഭംഗി. ഭയങ്കര പിഗ്മെന്റഡ് ആണ് ബ്ലഷ്. മസ്കാര ഇട്ട് കൊടുക്കണ്ട കണ്ണിൽ. അപ്പോഴാണ് കണ്ണ് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അതിനു വേണ്ടി മസ്കാര. ഇടയ്ക്ക് എനിക്ക് ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഈ കുക്കിംഗ് ചാനലിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഫീൽ ചെയ്യും. ഇത് ഡാസ്ലറിൻ്റെ ഐ ഫുൾ ഓളറാണല്ലോ. ഇത് മറ്റേ ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ജസ്റ്റ് കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ഒട്ടും പ്രൊഫഷണൽ അല്ല, മറിച്ച് എൻ്റെ കുറച്ച് ചുമ്മാ ഉള്ള കുറച്ചൊരു കാഷ്വൽ ടോക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തമ്മിൽ ജസ്റ്റ് നോക്കാം എന്നൊക്കെ കൊടുക്കാം. പക്ഷെ എനിക്കറിയില്ല. അപ്പം പ്ലസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലിപ് ബാം സെറ്റ് ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലിപ് ലൈനർ വെച്ചിട്ട്, ഇത് മാൾസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ലിപ് ലൈനർ ആണ് കേട്ടോ. ബ്രൗൺ 04 ഷെയ്ഡ്. ഇത് ഞാൻ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മേബ്ലിൻ്റെ ലിപ്സ്റ്റിക് ആണ്. കഴിഞ്ഞിടോ മേക്കപ്പ് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അവസാനിച്ച പോലെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ്, ഞാൻ മുടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചീവി എടുത്തിട്ട് കൂടി ഇല്ല, അങ്ങനെ വന്നതായിരുന്നു. നേരെ വന്ന് സാരി ഉടുത്തു, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മേക്കപ്പ് സ്പ്രേ ഒന്ന് മേലെ സ്പ്രേ ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ പോവാം. അതാണ് നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ സെറ്റും ചെയ്തിട്ടില്ല, ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മേക്കപ്പ് സ്പ്രേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിന്ന് ആക്സസറീസ് വെച്ചിട്ട് ഒന്ന് പെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ബാംഗിൾസിൻ്റെ ആവശ്യമില്ല, ആൻഡ് നെക്ക് ചെയിൻ്റെയോ നെക്ലസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ചൊരു ഒന്ന് ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് മാത്രം ഇട്ടിട്ട് ഒന്ന് പെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ 2 സംഭവത്തിലൂടെ ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ ഇതാണ് നല്ലത്. കാരണം ഇത് ഇടുമ്പോഴേക്കും ഭയങ്കര എന്തോ മാതിരി ഇരിക്കണം.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലുക്കിനെ ഇത് അത്ര സെറ്റ് ആവണം. മൊത്തം ഒരു ബ്ലാക്ക് മയമാണ്, പക്ഷേ ഈ സാരി വന്നിട്ട് ഭയങ്കര ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ ഇത് കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത് വെച്ച് പെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് നേരത്തെ കുറച്ച് ഫ്രണ്ടിൽ നിന്നായിരുന്നു നേരെടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു മാറ്റമില്ല. ആക്സസറീസ് ആയിട്ട് ആകെ പെയർ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഈ ഒരു ഇയറിങ്സ് മാത്രമാണ്. കുറച്ച് ഹെവി ആയിട്ട് കിടന്നോട്ട് വേണ്ട, അത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിങ്സ് മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഇതൊന്നും തപ്പാനുള്ള ക്ഷമ എനിക്കിപ്പോൾ തൽക്കാലമില്ല. അതിൻ്റെ കാര്യം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കാരണം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉച്ച നേരമാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 3 മണി. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അതുകൊണ്ട് തന്നെ അധികം നേരം ഞാൻ ഈ ഒരു വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇതിനിടയിൽ ഒരു കുഞ്ഞു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും നേരത്തെ സ്കിൻ കെയർ പറയുന്നതല്ലേ, ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ ചെക്ക് ചെയ്യണം.